ഇത് ഓണം ക്ലീനിങ് പാർട്ട് 2 ആണ് കേട്ടോ. ഏട്ടനെ ജോലിക്ക് പറഞ്ഞിട്ടിട്ട് ഞാൻ കയറിയിട്ടുണ്ട് അടുക്കളയിലോട്ട് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം കൊണ്ടൊന്നും എൻ്റെ ക്ലീനിങ് പരിപാടിച്ച് തീരത്തില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ മക്കളുള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതിനിടയിൽ അവർ വന്നിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കും. അങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവർ ഉറക്കം അതെല്ലാം നോക്കണം. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ മ്യൂസിക്കുകൾ, അതെല്ലാം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. ഞാനപ്പോൾ ലാസ്റ്റിലത്തെ തട്ടെല്ലാം ഒഴിച്ചിട്ട് അവിടുത്തെ പാത്രങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് വീണ്ടും ഒന്ന് തട്ടിലോട്ട് തന്നെ കയറ്റുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് അതിനിടയ്ക്കാണ് മോള് വിശക്കുന്നു എന്ന് പറഞ്ഞ് വന്നത്. അപ്പം ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ കഴുകി വെച്ചിരുന്ന എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണിക്കുന്നത് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് കൊടുത്തൊരു കുഞ്ഞി പാത്രമാണ് കേട്ടോ. നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ അടച്ചു വെക്കാറില്ലേ. അപ്പം അമ്മമ്മ മരിച്ചു പോയിപ്പോൾ ഇല്ല. ഈ പാത്രമൊക്കെ കാണുമ്പോൾ എനിക്ക് അമ്മമ്മയുടെ ഓർമ്മ വരും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അത് കണ്ടപ്പം അമ്മ വലുതായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ, ചെറിയൊരു കിണ്ണം. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി ജനലെല്ലാം ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം പാറ്റയുടെ അല്ല പല്ലിയുടെ ഭയങ്കര ശല്യമുണ്ട് കേട്ടോ. അപ്പം പല്ലിക്കാട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ വൃത്തിയാക്കി നേരെ അടുപ്പിൻ്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അടുപ്പിൻ്റെ അവിടെ നല്ല ഒന്നാം തരം പണിയുണ്ടായിരുന്നു എനിക്ക്. കാരണം മിക്കവാറും ഈ അടുപ്പിൻ്റെ അവിടെ ഞാൻ ചായയൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ദിവസം തുടച്ച് കളയാറുണ്ട് കേട്ടോ. ദിവസം ഇല്ലെങ്കിലും ഒരു ദിവസം ഇടയിട്ടിട്ടെങ്കിലും തുടച്ച് കളയാറുണ്ട്. പക്ഷേ ഈ സ്റ്റൗ ഒന്നും അടിയിലോട്ട് പൊക്കിയിട്ട് അതൊന്നും ഞാൻ തുടയ്ക്കാറില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് 8ൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചായക്കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തേച്ചൊരച്ച് വൃത്തിയാക്കി വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഞാൻ കാണിച്ചിരുന്നത്. മേളിലുള്ളതൊക്കെ കുപ്പികളെല്ലാം ഞാൻ ഒഴിച്ച് നെയ്ക്കുപ്പിയെല്ലാം ഒഴിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ ഒരു കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ചായ കുടിക്കാൻ ഇറങ്ങി. ചായക്ക് കൂടെ ABCD ബിസ്ക്കറ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടിച്ചു വാരി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരി ഇടുന്നത് ഇവിടെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. പിള്ളേർ രണ്ടും മാത്രമേ ഉള്ളെങ്കിൽ. കാരണം അവർ രണ്ടുപേരുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരും സഹായിക്കാൻ വേണ്ടിയിട്ട്. സഹായം എനിക്ക് ലാസ്റ്റ് ഒരു വലിയൊരു ഉപദ്രവമായിട്ട് തീരും. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവരെയൊക്കെ ഓടിച്ചു വിട്ടിട്ടാണ് കേട്ടോ കുറച്ചെങ്കിലും അടിച്ചു വാരി ഇടുന്നത്. അങ്ങനെ തൂത്തൊക്കെ വാരി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഞാൻ തുണിയൊക്കെ അലക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇവർ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തുണി വിരിക്കാൻ നിന്നില്ല. അപ്പോൾ നേരെ ഞാൻ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അത്രയും നേരം ഞാനവിടെ പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് നേരെ വിരിക്കാൻ പോയിട്ടോ. പിന്നെ കുറച്ച് തുണിയൊക്കെ ആയെന്ന് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് അവിടെയാണ് കേട്ടോ അവർ സിമെൻറ്റൊക്കെ കുഴയ്ക്കുക. നമുക്ക് വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സൈഡിൽ തന്നെ വിരിച്ചിരുന്നേ ഉള്ളൂ. സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ ആവാറുണ്ടായിരിക്കും എന്തായാലും. അവർ സിമെൻറ്റൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ നമുക്കതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ, വിരിച്ചിടാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് ഞാനാണെങ്കിൽ നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ അടുത്തുണ്ട് പിള്ളേർ. അത്രേ ഉള്ളൂ.